ചിത്രയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ശുഭകരമായ വാർത്തയാണ്. ഇന്ന് ഡയറക്ടർ വിളിച്ച യോഗത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സജീവമായി ചർച്ച ചെയ്തു. HLL കീഴിലുള്ള അമൃത് ഫാർമസി വഴി ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ എത്തിക്കുമെന്നാണ് ഇന്നത്തെ തീരുമാനം. സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, യഥാർത്ഥത്തിൽ ഈ രോഗികളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു, ശസ്ത്രക്രിയ ചെയ്യേണ്ട രോഗികളെയൊക്കെ തന്നെ ഏതാണ്ട് 15ഓളം പേരെ മടക്കി അയച്ചു എന്നാണല്ലോ വിവരം. അവർക്കൊക്കെ ആശ്വാസകരമായ വാർത്തയാണോ ഇന്ന് കേൾക്കുന്നത്? ഒരു ആശ്വാസകരമായ വാർത്തയാണ് ആ കാര്യം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ചർച്ചയായ കാര്യങ്ങളൊക്കെ നടന്നാൽ അവർക്കൊരു ആശ്വാസകരമായ വാർത്ത തന്നെ സംഭവിക്കും എന്ന് നമുക്ക് കരുതാം. കാരണം ഇപ്പോൾ ശ്രീചിത്രയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതിനിടയിൽ സംഭവിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ശ്രീചിത്രയുടെ അകത്തേക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് പോയിട്ടില്ല. അതിനിടയിലാണ് ശ്രീചിത്രയ്ക്കുള്ളിലേക്ക് ഈ ഡയറക്ടർ ഓഫീസിനകത്തേക്ക് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പോലീസിന് പോലും മുന്നറിയിപ്പില്ലാതെ ഈ ശ്രീചിത്രയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വാതിലടയ്ക്കുന്നതിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിനകത്തേക്ക് ഈ ഡയറക്ടർ ഓഫീസിനകത്തേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ കേന്ദ്രമന്ത്രിയുടെ കാർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അപ്രതീക്ഷിത പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അവരെ ഡയറക്ടർ ഓഫീസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻ നിശ്ചയിച്ച പ്രകാരം അല്ലാത്തതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് കാവലിനുണ്ടായിരുന്ന പോലീസുകാർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്രവർത്തകർ അതിനുള്ളിലേക്ക് കയറി എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകർ ഈ ഉള്ളിലേക്ക് ഓഫീസിലേക്ക് കയറിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു ശ്രീചിത്രയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. കാരണം ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അവിടെയുണ്ട്. അല്പം മുമ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉള്ളിലേക്ക് തള്ളിക്കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കാൻ പോലീസ് കിണഞ്ഞ് ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഓർക്കാപ്പുറത്താണ് ഈ തള്ളിക്കയറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. നമുക്കിപ്പം സലീം മാലിക് വീണ്ടും ചേരുന്നു. സലീം, യഥാർത്ഥത്തിൽ അവരുടെ നമ്പർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഈ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ മതിയായ പോലീസ് സേന ഉണ്ടായിരുന്നില്ല. ഒരു വനിതാ പ്രവർത്തകയെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകയെ തടഞ്ഞു നിർത്താനും പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡയറക്ടർ ഓഫീസിലേക്ക്, അതായത് ഈ ശ്രീചിത്രയിലെ 6ാം നിലയിലേക്ക് ഇടിച്ച് കയറി പോയിട്ടുണ്ട്. പോലീസുകാർക്ക് അവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയിട്ടില്ല. ഒരു പ്രവർത്തകനെ മാത്രമാണ് പോലീസിന് ഇതിന്റെ അകത്ത് കയറിയിട്ടും തടഞ്ഞു നിർത്താനായത്. അതല്ലാതെ മറ്റൊരു പ്രവർത്തകനെ പോലും പോലീസിനെ തടഞ്ഞു നിർത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വനിതാ പ്രവർത്തകയെ തടയാനായി വനിതാ പോലീസുകാർ വരാഞ്ഞതും വലിയ പ്രതിസന്ധിയായി നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ഇപ്പോൾ 6ാം നിലയിലേക്ക്